എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു മനോഹരമായ ഒരു കൃഷിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വേറെ ഒന്നുമല്ല, വഴുതനങ്ങ കൃഷിയെക്കുറിച്ചാണ്. വഴുതനയിൽ എന്താണ് ഇത്ര വെറൈറ്റി എന്നല്ലേ? ഈ ഒരു വെറൈറ്റി വഴുതന എന്ന് പറയുന്നത് ഞാൻ അധികം ഒന്നും നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഇത് വേങ്ങേരി വഴുതനയല്ല, ഇത് ഇല്ലിക്കൊമ്പൻ എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു വഴുതനയാണ്. നല്ല നീളത്തിൽ, ഇത് കണ്ടോ, പാമ്പ് പോലെ നല്ല നീളത്തിൽ വന്നിട്ട് ചിലതെല്ലാം ഇങ്ങനെ മടങ്ങി ഇങ്ങനെയാണ് കിടക്കുന്നത്. അത് ഈ കാഴ്ചയിൽ മാത്രമല്ല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതന കൂടിയാണ്. നമ്മുടെ മുറ്റത്തൊക്കെ ഇതിങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് ഭയങ്കര ഒരു അതിശയകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വഴുതനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കുറച്ച് വളങ്ങളും അതിൻ്റെ ഒരു കുറച്ച് കൃഷി കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഈ ഒരു വഴുതനങ്ങയിൽ ഇതുപോലെ ഇങ്ങനെ കുലകുലയായിട്ടാണ് ഈ ഇല്ലിക്കൊമ്പൻ വഴുതന കിടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇത് ഒരുപാട് നല്ല വലിപ്പം വെക്കുന്ന കായ്കളാണ് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന കുറച്ച് വേസ്റ്റ് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വളം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ആ വളം എങ്ങനെയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ വഴുതനങ്ങളെല്ലാം നല്ല കായ്ച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത് വേറെ ഒന്നുമല്ല, നമ്മുടെ അടുക്കളയിൽ വരുന്ന ഇതുപോലെ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ആണ്. അത് നമ്മൾ ഇന്നതൊന്നും ഒഴിവാക്കുന്നൊന്നുമില്ല. അടുക്കളയിൽ വരുന്ന നമ്മൾ ഏത് അരിയനും പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടത്തോടും അങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ, ഇതിൻ്റെ തണ്ടയിൽ മുട്ടാതെ നമ്മൾ ഇട്ട് കൊടുക്കുക. കാരണം തണ്ടയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ തണ്ട് പെട്ടെന്ന് ഇങ്ങനെ അഴുകി പോകുന്നതിനുള്ള ഒരു കാരണമാകും. അപ്പം നമുക്ക് ആ തണ്ടിലൊന്നും മുട്ടാതെ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കുക. ഈ നമ്മൾ ആ വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിപ്പോൾ കുറച്ച് ചാണകപ്പൊടിയാണ്, ഇത് ഞാനിപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടോ അങ്ങനെ എന്തെങ്കിലും ജൈവവളം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ എടുത്തിരിക്കുന്ന ചാണകപ്പൊടി അതിൻ്റെ ചുവട്ടിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 2 നേരവും നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കിത് ഇതുപോലെ നല്ല മനോഹരമായ ഒരു നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു 15 വഴുതനയോളം ഞാൻ ഈ ഒരു വെറൈറ്റി നട്ടിട്ടുണ്ട്. അതിലെല്ലാം നിറയെയാണ് വഴുതനങ്ങ കായ്ച്ചു നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വളം നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് കൈ നിറയെ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ഇല്ലിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി വഴുതനയുടെ കൃഷിരീതികൾ എല്ലാവരും കണ്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പച്ചമുളകാണേലും വഴുതനയാണേലും നമുക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് കാണുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വഴുതനകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജൈവവളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുകൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ്, ഇപ്പം ഞാൻ കാണിച്ചല്ലോ ആ വഴുതനയിലൊക്കെ എന്തോരം വഴുതനയാണ് പിന്നെ പൂക്കളും കായുമായിട്ടൊക്കെ നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു വളം മാത്രം കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു കൃഷിക്ക് ആ ഒരു വളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് എത്രത്തോളാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷി രീതികൾ കാണണമെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കൃഷി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.